ഹലോ, നമസ്കാരമുണ്ട്. ഞാനൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ ഈ സ്ത്രീ പുരുഷ അസമത്വത്തിന് കാരണം എന്താണെന്ന് പല സമയത്തും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കലെന്ന് മനസ്സിലാകുന്നതും നമ്മുടെ ജീവിത അനുഭവം കൊണ്ടും നമ്മുടെ ഈ പഠനം കൊണ്ടും ഒക്കെ തെളിഞ്ഞു വരുന്ന നമ്മൾ കുടുംബത്തിൽ തന്നെ നമ്മളുടെ ഈ സ്ത്രീ പുരുഷ സമത്വം ഒരു അസമത്വമായിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് കാണുന്നത്. നമുക്കറിയാം, ഒരു വീട്ടിലൊരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ആണായാലും പെണ്ണായാലും അതിനെ വളർത്തുന്ന രീതികൾ, നമ്മുടെ പേരൻസ് വളർത്തുന്ന രീതികൾ, ആ രീതികളിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഒരു പെൺകുഞ്ഞാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കളിക്കോപ്പുകളും ആൺകുട്ടിക്ക് കൊടുക്കുന്ന കളിക്കോപ്പുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ആൺകുട്ടിക്ക് എപ്പോഴും ഒരു തോക്കോ അതുപോലെയുള്ള ചില ഉപകരണങ്ങളായിരിക്കും, കാറ്, തോക്ക്, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. പെൺകുട്ടിക്കാണെങ്കിൽ നമ്മളൊരു പാവ, കുറച്ചും കൂടെ വലുതായാൽ നമ്മൾ കൊടുക്കുന്നത് ചട്ടി, കലം പോലെയുള്ള പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങൾ, അല്ലെ ചിരട്ട കൊണ്ടുള്ള കളിക്കോപ്പുകൾ. ആൺകുട്ടിക്ക് നമ്മൾ ഓടാനും ചാടാനും അല്ല ഇതുപോലെയുള്ള തോക്ക്, വടി, ഇങ്ങനത്തെയൊക്കെ ഉള്ള കളിക്കോപ്പുകളാണ് കൊടുക്കുന്നത്. 12 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പെൺകുട്ടീനെ നമ്മൾ അടുക്കളയിലേക്ക് മാറ്റുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടി തൂത്തു വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, വൃത്തിക്ക് തൂത്തു വരണം, നിനക്ക് അന്യൻ്റെ വീട്ടിൽ പോകേണ്ടതാണെന്ന് നമ്മൾ അവളോട് പറയുകയും അവളുടെ മനസ്സിനകത്ത് ആ ഒരു ചിന്താഗതി ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. പാത്രം കഴുകിയാലും തുണി അലക്കിയാലും എല്ലാം. അതുപോലെ തന്നെ നമ്മൾ ആൺകുട്ടീനെ വളർത്തുന്നത്, നീ കടയിൽ പോയി മത്സ്യം വാങ്ങിയിട്ട് കൊണ്ടുപോവാ, പാല് വാങ്ങിയിട്ട് കൊണ്ടുപോവാ, പത്രം വാങ്ങിയിട്ട് കൊണ്ടുപോവാ എന്നാണ്. അച്ഛൻ മുറ്റത്ത് ഉമ്മറത്തിരുന്ന് പേപ്പർ വായിക്കുകയും അമ്മ പശുവിനെയും കറക്കുകയും ചെയ്യുന്ന ആ ഒരു പാഠപുസ്തകം നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മളെ ഈ സ്ത്രീ ചെയ്യേണ്ട ചില കടമകളും കർത്തവ്യങ്ങളും നമ്മൾ പഠിപ്പിച്ചെടുക്കുകയാണ്, മെനഞ്ഞെടുക്കുകയാണ്. പുരുഷനെ ധൈര്യമുള്ളവനാക്കുന്നതിന് വേണ്ടി നീ കരയാതിരിക്കട, നീ മരത്തെ കയറട, നീ ഓടട, നീ ചാടട, നീ ധൈര്യമായിട്ടിരിക്കട. പെണ്ണിനെ പോലെ നീ എങ്ങനെയാണ് കരയുന്നത്, നാണമില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുകയും അതേ സമയത്ത് ഇവളുടെ ഒരു ധൈര്യം കണ്ടില്ലേ, ഇവിടെ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇവൾ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുന്നില്ലേ, ഇവൾ മരം കയറിയല്ലേ, മരത്തെ കയറാൻ പറ്റുമോ എന്ന് നമ്മൾ ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ പഠനം കൊണ്ട് തന്നെ കുട്ടികളുടെ മാനസികമായ വളർച്ചയിൽ, ബൗദ്ധികപരമായ വളർച്ചയിലൊക്കെ ഈ വേർതിരിവ് ഉണ്ടാക്കിയെടുക്കുന്നു. ശാരീരികമായിട്ടുള്ള ഈ വേർതിരിവ് നമുക്കുണ്ട് ഇല്ലേ, ആണും പെണ്ണും എന്നുള്ള വ്യത്യാസം നമ്മൾക്കുണ്ട്. സമൂഹത്തിൽ അത് മാത്രമേ ഉള്ളൊരു വ്യത്യാസമായിട്ടുള്ളൂ. ഈ രീതിയിൽ വളർത്തിയെടുത്ത് വലുതാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സ്കൂളിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ വേർതിരിപ്പിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ, പെൺകുട്ടികൾക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ, അവരുടെ അടുത്തിരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, മുട്ടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നമ്മളങ്ങ് ആ സമയത്ത് തന്നെ പഠിപ്പിക്കുകയും ഇതെല്ലാം നമ്മുടെ കുട്ടികൾ പഠിച്ച് വലുതായിയാണ് നമ്മുടെ ഈ സമൂഹത്തിലേക്ക് വരുന്നത്. ഈ വേർതിരിവ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുകയും നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ അകത്തേക്ക് ഉള്ളിലേക്ക്, അടുക്കളയിലേക്കും വീട്ടിലേക്കും അകത്തേക്ക് ഇറങ്ങുകയും ആൺകുട്ടികളും മുറ്റത്തേക്കും ഉമ്മറത്തേക്കും സമൂഹത്തിലേക്ക് ഇറങ്ങുന്നൊരു ചുറ്റുപാടിലേക്ക് വളരുന്നു. ഇപ്പോൾ നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ പറയുന്നു, പിന്നെ നമ്മൾ തുല്യരാണ്, നമ്മൾക്ക് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മൾക്ക് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് പുതിയ യുഗത്തിൽ നമ്മളിതിനെ കാണുന്നത്. ഈ സമയത്താണ് നമ്മുടെ പ്രശ്നങ്ങളും ഇവിടെ ഉദിക്കുന്നത്. നമ്മൾക്കറിയാം, കല്യാണം കഴിച്ച് പുരുഷൻ്റെ വീട്ടിലേക്കാണ് സ്ത്രീയെ അയക്കുന്നത്. പുരുഷനെ ഒരിക്കലും സ്ത്രീയുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരില്ല. പെണ്ണ് കാണാൻ പോകുന്നത് സ്ത്രീയുടെ വീട്ടിലേക്കാണ്. പെൺകുട്ടിയും ഒരു പുരുഷൻ്റെ വീട് കാണാൻ പോകില്ല. ഗാർഹികമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഈ പെൺകുട്ടിക്ക് വീട് പോലും കാണാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അവളാണ് അവളെ നോക്കേണ്ടത്. ആ അടുക്കള അവൾക്ക് യോജിച്ച അടുക്കളയാണോ, ആ ബാത്റൂം അവൾക്ക് യോജിച്ചതാണോ, അവിടെ ബെഡ്റൂം അവൾക്ക് യോജിച്ചതാണോ, ആ പരിസരം അവൾക്ക് യോജിച്ചതാണോ? നമ്മുടെ നാട്ടിൽ അത് നടക്കുമോ? നടക്കില്ല. വലിയ തെറ്റായിട്ടാണ് നമ്മൾ അതിനെയൊക്കെ കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ. ഇതൊന്നും നമ്മൾ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല, നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ വന്നിട്ടില്ല, നമ്മുടെ ഒരു സമൂഹത്തിലുള്ള കാഴ്ചപ്പാടിൽ വന്നിട്ടില്ല. ഇതെല്ലാം കാരണമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഈ മാനസിക സംഘർഷങ്ങൾ. പഠിച്ചിട്ടുള്ള കുട്ടികൾ അവർ പഠിച്ചു,
അവർക്ക് ജോലി വേണം, അവർക്ക് ശമ്പളം വേണം, അവർക്ക് വെളിയിലിറങ്ങണം, അവർക്ക് സ്വതന്ത്രമായി നടക്കണം, അവർക്ക് സെക്യൂരിറ്റി വേണം. ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഇന്നത്തെ ഈ തലമുറയ്ക്ക് ഇതൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ വരുമ്പോഴാണ് മാനസിക സംഘർഷത്തിലേക്ക് പെൺകുഞ്ഞുങ്ങൾ നീങ്ങുന്നതും. അവരെ നമ്മൾ ബഹുമാനിക്കാനും മറ്റുള്ളവരെ പേടിക്കാനും മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയാതിരിക്കാനും അവരുടെ അവകാശങ്ങൾ എന്തെന്ന് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാതെയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്നും തുടങ്ങണം, നമ്മുടെ അടുക്കളയിൽ നിന്നും തുടങ്ങണം, നമ്മുടെ സ്കൂളിൽ നിന്നും തുടങ്ങണം, നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടങ്ങണം, നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നും തുടങ്ങണം, നമ്മുടെ ഉദ്യോഗ പദവിയിൽ നിന്നും തുടങ്ങണം. ഇതിങ്ങനെയൊക്കെ തുടങ്ങിയാൽ മാത്രമേ ഈ നാട്ടിൽ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല നാളേക്കായി നമുക്ക് നെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോലെ ആലോചിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ജനത, നമ്മുടെ കേരളീയ ജനത തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് എല്ലാവരോടും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.